തിരിച്ചു കിട്ടിയ പ്രണയം. രചന ആതിര പ്രകാശ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. നീ പെണ്ണേ, നീ എങ്ങോട്ടാ? പുറകിൽ നിന്നുള്ളൊരു വിളി കേട്ടാണ് അമ്മു തിരിഞ്ഞു നോക്കിയത്. ആരിത് അരിയേട്ടനോ? ഇതെപ്പറ്റി? അമ്മു ചോദിച്ചു. ഞാനെത്തിയിട്ട് 2 ദിവസമായി. ആണോ? ഞാൻ അറിഞ്ഞില്ല. അല്ലവണ്, നീ ഇപ്പൊ പത്രം എടുക്കാൻ വരാറില്ലേ? ഈ 2 ദിവസം നിന്നെ കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചാ. ഇല്ല അരിയേട്ടാ, ഇപ്പൊ പത്രം വീട്ടിൽ വരുത്താറുണ്ട്. അമ്മ മറുപടി പറഞ്ഞു. ആദ്യം നീ ഒന്ന് വൈകുന്നേരം പത്രം വായിക്കാൻ വരുമായിരുന്നല്ലോ, അതുകൊണ്ട് ചോദിച്ചാ. അതിന് അമ്മ ഒന്ന് പുഞ്ചിരിച്ചു. അല്ല, ഈ സന്ധ്യ നേരത്ത് നീ ഇത് എവിടെ പോകുന്നു? അവൻ തനിച്ച്. അയ്യോ അരിയേട്ടാ, ഞാൻ തനിച്ചല്ല, അച്ഛനമ്മയുണ്ട്, അവർ പുറകിൽ വരുന്നുണ്ട്. ഞങ്ങൾ അമ്മയുടെ വീട്ടിൽ പോവാ, ഓട്ടോ വിളിച്ചിട്ടുണ്ട്. അമ്മ ഹരിയോടായി പറഞ്ഞു. ഹരി ഒരു കാർഡ് അമ്മുവിന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതെന്നെ നമ്പരാ, നീ ഫ്രീ ആകുമ്പോൾ വിളിക്കേ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അമ്മ അത് വാങ്ങിയൊന്ന് പുഞ്ചിരിച്ചു. അപ്പോഴേക്ക് അമ്മുവിന്റെ അച്ഛനും അമ്മയും അവിടേക്ക് എത്തി. ആ ഒരു ഹരിയോട് കുറച്ചു നേരം സംസാരിച്ചു. അപ്പോഴേക്ക് ഓട്ടോ എത്തി. അവർ ഹരിയോട് യാത്ര പറഞ്ഞ് ഓട്ടോയിൽ കയറി പോയി. അത് നോക്കി ഹരി അങ്ങനെ എന്തോ ചിന്തിച്ചു നിന്നു. അവന്റെ ചിന്ത ഒരു 4 വർഷം പുറകോട്ട് പോയി. ഒരു വൃശ്ചിക മാസത്തിലെ തണുത്ത ബുധനാഴ്ച സന്ധ്യാസമയം, മഞ്ഞ് വീണ് കുളിർന്നു തുടങ്ങിയ സമയം. ഹരി അമ്മു എന്ന അമൃതയുടെ വീട്ടിലെത്തി. അമൃത അവളുടെ മാതാപിതാക്കൾക്ക് ഒറ്റ മോളാണ്. അന്ന് അവളുടെ വീട്ടിൽ അവളും മുത്തശ്ശിയും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഹരി അന്ന് അവിടെ എത്തിയത് അവളോടും വീട്ടുകാരോടും യാത്ര പറയാനായിരുന്നു. ഹരി പിറ്റേ ദിവസം സ്റ്റേറ്റ്സിലേക്ക് പോവുകയാണ്. പ്രത്യേകിച്ച് അമ്മുവിനെ കാണാനാണ് ഞാൻ എത്തിയത്. മുത്തശ്ശിയോട് അമ്മുവിനോട് യാത്ര പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങി. ആ സമയത്ത് മുത്തശ്ശി കാണാതെ ഒരു ബോക്സ് അമ്മുവിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ നാളെ രാവിലെ അമ്പലത്തിൽ വരണം, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അത് കേട്ടപ്പോൾ അമ്മുവിന്റെ മനസ്സിലൊരു ലോഡിൽ എടുപൊട്ടി. കാരണം അമ്മുവിനെ അറിയാമായിരുന്നു ഹരിക്ക് എന്താ പറയാനുള്ളതെന്ന്. തനിക്ക് ഹരിയേട്ടനോടുള്ള ഇഷ്ടം ഹരിയേട്ടന് തന്നോടും ഉണ്ടെന്ന്. എന്നാൽ ഞങ്ങൾ രണ്ടുപേരും അത് തുറന്നു പറഞ്ഞിട്ടുമില്ല. ആ ഇഷ്ടം തന്നോട് പറയാനാണ് ഹരിയേട്ടൻ ഇപ്പോൾ തന്നോട് അമ്പലത്തിൽ വരാൻ പറഞ്ഞ്. അവൾ മനസ്സിലെ സന്തോഷം പുറത്തു കാണിക്കാതെ ഹരിയോടായി പറഞ്ഞു, ഞാൻ വരില്ല ഹരിയേട്ടാ, എനിക്ക് നാളെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, അവിടെ നേരത്തെ പോകണം, അപ്പം എനിക്ക് അമ്പലത്തിൽ വരാൻ പറ്റില്ല. അമ്മു +2 പഠിക്കുന്നത്. എന്നാലും ഞാൻ നിന്നെ കാത്തിരിക്കും എന്നും പറഞ്ഞ് ഹരി അവിടെ നിന്നും പോയി. ഹരി പോയ വഴിയെ അമ്മു ആ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കി. അവളുടെ കണ്ണുകൾ വിടർന്നു. അവൾക്ക് ഇഷ്ടമുള്ള കുപ്പിവളയും കമ്മലും പൊട്ടും, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ വേഗം മുറിയുടെ ജനൽ തുറന്ന് അവന്റെ വീട്ടിലേക്ക് നോക്കി. അവനെ കണ്ടില്ല. അയ്യോ, അത് മറന്നു, അമ്മു ഹരി അയൽവാസികളാണ് കേട്ടോ. അമ്മുവിന്റെ മുറിയിൽ നോക്കിയാൽ ഹരിയുടെ മുറി കാണാം. പിറ്റേ ദിവസം രാവിലെ ഹരി അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ച ശേഷം അമ്മുവിനെയും പ്രതീക്ഷിച്ച് ഒരുപാട് നേരം ആൽത്തറയിലിരുന്നു. പക്ഷെ അമ്മു വന്നില്ല. ഹരിക്ക് അത് വലിയ സങ്കടമായി. അവൻ്റെ ഉള്ളിലെ ഇഷ്ടം തുറന്നു പറയാനായിട്ടാണ് അവൻ കാത്തിരുന്നത്. സ്റ്റേറ്റ്സിൽ പോകുന്നതിന് മുമ്പ് ഒന്നുകൂടി അമ്മുവിനൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി അമ്പലത്തിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ അവൻ അവരുടെ വീട്ടിലേക്ക് കുറെ പാളി ചെരിഞ്ഞു നോക്കി. പക്ഷെ അമ്മുവിനെ കാണാൻ സാധിച്ചില്ല. പിന്നെ 4 വർഷത്തിന് ശേഷം എന്റെ അമ്മുവിനെ ഞാൻ ഇന്നാണൊന്ന് കാണുന്നു. പെണ്ണന്നത്തേക്കാൾ സുന്ദരിയായിട്ടുണ്ട്. ഒരു കള്ളച്ചിരി അവന്റെ ചുണ്ടിൽ വിരിഞ്ഞു. ഇതെല്ലാം ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് പുറകിൽ നിന്ന് ഹരി എന്നൊരു വിളി. ഹരിയുടെ അമ്മയായിരുന്നു. നീ എന്തെടുക്കുക ഇവിടെ നിന്ന്? അതാ മേമ വിളിക്കുന്നു. നീ വന്നിട്ട് അവളുടെ വീട്ടിൽ ചെന്നില്ലെന്നൊക്കെ പരാതി പറയുന്നുണ്ട്. നീ വന്ന് അവളുടെ പിണക്കം മാറ്റി. ശരി എന്ന അമ്മക്കുട്ടി എന്നും പറഞ്ഞ് ഹരി അമ്മയുടെ കവിളിലൊന്ന് പിസികൊണ്ട് പോയി. ഹരി പോയ വഴിയെ നോക്കി അമ്മ പറഞ്ഞു, ഈ ചെക്കൻ്റെ ഒരു കാര്യം, കുസൃതി കുറച്ച് കൂടിയിട്ടുണ്ട്. ശേഷം ഹരി മേമയുടെ അടുത്ത് പരിഭവമെല്ലാം മാറ്റി രാത്രി ഭക്ഷണം കഴിച്ച് കിടന്നു. അപ്പോഴും അമ്മുവായിരുന്നു അവന്റെ ഉള്ളിൽ. 2 ദിവസത്തിന് ശേഷം അമ്മു ഹരിയെ കണ്ടതും ഫോൺ നമ്പർ കൊടുത്തതും ഹരി പോകുന്നതിന് മുമ്പ് പറഞ്ഞതുമായ കാര്യങ്ങളെല്ലാം കൂട്ടുകാരിയായ ശ്യാമിയോട് പറഞ്ഞു. ശ്യാമി ഇതെല്ലാം കേട്ട് കണ്ണും തള്ളി നിന്നു. എന്നിട്ട് അമ്മുവിനോട് പറഞ്ഞു, എടി കള്ളി, ഇത്രയും കാര്യങ്ങൾ അരങ്ങേറിയിട്ട് എന്നോട് പോലും ഒന്നും പറയാൻ മനസ്സിലിട്ടുണ്ട് നടന്നല്ലോ. ഹോ, നിന്നെ സമ്മതിക്കണം, ഞാനൊക്കെയാണെങ്കിൽ അറ്റാക്ക് വന്ന് ചത്തേനെ. അതിന് അമ്മ ഒന്ന് വിളിച്ചു കാട്ടി. ശേഷം ശ്യാമ തുടർന്നു, എന്നിട്ട് നീ ഹരിയേട്ടനെ വിളിച്ചോ? അമ്മ ഇല്ലെന്ന് തലയാട്ടി. എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, നീ വിളിക്കാമോ? ഹരിയേട്ടന് പറയാനുള്ള എന്താന്ന് ആ വായിൽ നിന്ന് അറിയാലോ. അത് കേട്ട് അമ്മ പറഞ്ഞു, അത് വേണോടി, എനിക്ക് കയ്യും കാലും വിറക്കുന്നുണ്ട്. അയ്യോ, ഇത്രയും ഒപ്പിച്ച് വെച്ചിട്ട് ഇനി അവള് വിറക്കുന്ന പോലും ഒറ്റ വീക്കങ്ങ് തന്നാലുണ്ടല്ലോ. മര്യാദക്ക് വിളിക്കുവണ്ണേ എന്ന് പറഞ്ഞു ശ്യാമ. എന്നാ വിളിക്കാല്ലേ? അമ്മ ചോദിച്ചു. അതിന് ശ്യാമയുടെ നിർബന്ധപ്രകാരം പേടിച്ച് അന്ന് രാത്രി അമ്മ ഹരിയെ വിളിച്ചു. അമ്മുവിന്റെ ഒറ്റ റിങ്ങിൽ തന്നെ ഹരി ഫോൺ എടുത്തു. ഹലോ എന്ന് കേട്ടപ്പോഴേക്കും അമ്മ ആകെ പേടിച്ച് തളർന്നു. എന്നാൽ അവൾ വിറച്ച് ഞാൻ അമ്മുവാണെന്ന് പറഞ്ഞു. മറുഭാഗത്തുനിന്ന് ഹരിയുടെ കടുപ്പിച്ചൊരു മൂളൽ മാത്രം. എന്നിട്ട് ചോദിച്ചു, എന്ത് ഇന്നാണ് നീ ഫ്രീ ആയത്? നിനക്ക് നമ്പർ തന്നിട്ട് 2-3 ദിവസമായില്ലേ? അതിനമ്മ ഒരു മൂളലിൽ മറുപടി പറഞ്ഞു. പിന്നീട് ഹരി അവളോട് ചോദിച്ചു, നീ ഫുഡ് കഴിച്ചോ? കഴിച്ചു. ഹരിയേട്ടൻ കഴിച്ചോ? ആ, ഞാൻ കഴിച്ചു. നിന്നോട് ഞാൻ സ്റ്റേറ്റ്സ് പോകുന്നതിൻ്റെ അന്നേ ദിവസം അമൃതയിൽ വരാൻ പറഞ്ഞില്ലേ? എന്നിട്ട് നീ എന്താ വേണ്ടേ വരാതിരുന്നത്? അത് എനിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നോണ്ടാ, അമ്മ വിക്കി പറഞ്ഞു. കോപ്പ്, നിന്റെ ഒരു സ്പെഷ്യൽ ക്ലാസ്, അത് നീ കള്ളം പറഞ്ഞാണെന്ന് എനിക്ക് അന്നേ മനസ്സിലായതാ. കഴിഞ്ഞു എന്തായാലും അന്ന് പറയാനിരുന്ന് ഞാൻ ഇന്ന് പറയാം. എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ് അമ്മു, നിന്നെ ഞാൻ കല്യാണം കഴിച്ചോട്ടെ? ഹരി ചോദിച്ചു. അതിന് മറുപടിയായി അമ്മു പറഞ്ഞു,
എനിക്കറിയായിരുന്നു ഹരിയേട്ടൻ എന്നോട് പറയാനുള്ള ഇതാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ ആ അമ്പലത്തിൽ വരാതിരുന്നത്. അന്ന് ഞാൻ വന്നിരുന്നെങ്കിൽ ഇത്രയും നാൾ ഞാൻ നെഞ്ചിരിപ്പോടെ ജീവിക്കേണ്ടി വന്നേനെ. ആഹാ, അത് കൊള്ളാലോ. എനിക്ക് പറയാനുള്ളത് നിനക്കറിയാമെന്നോ? ഹരി ചോദിച്ചു. ഒരാണിന്റെ സംസാരം പെരുമാറ്റം കണ്ട പെണ്ണിനെ അറിയാൻ പറ്റും. അവന്റെ മനസ്സിൽ അവളുടെ സ്ഥാനം എന്താണെന്ന് അമ്മു പറഞ്ഞു. ആകെ പോട്ടെ, നീ ഞാൻ ചോദിച്ചതിന് മറുപടിയൊന്നുമില്ല, ഹരി പറഞ്ഞു. അതിന് മറുപടിയായിട്ട് അമ്മു എനിക്കും ഹരിയേട്ടന് ഒരുപാട് ഇഷ്ടമാണെന്നും പക്ഷെ എൻ്റെ വീട്ടുകാർ സമ്മതിക്കാതെയും അവരുടെ അനുഗ്രഹം ഇല്ലാതെയൊന്നും നടക്കില്ലെന്നും പറഞ്ഞു. പിന്നെ എൻ്റെ വീട്ടുകാർ സമ്മതിച്ചാലും ഹരിയേട്ടൻ്റെ വീട്ടുകാരും സമ്മതിക്കണ്ടേ? അതിന് ഹരിയൊന്ന് മൂളി. അങ്ങനെ രണ്ടുപേരും കുറെ നേരം സംസാരിച്ച് ഫോൺ കട്ട് ചെയ്തു. അങ്ങനെ അവർ തമ്മിൽ ഫോൺ കോൾ ഒരു പതിവായി. തമ്മിൽ കാണുന്ന വല്ലപ്പോഴുമായിരുന്നു. അങ്ങനെയൊക്കെ ഹരിക്ക് ലീവ് 4 മാസമേ കാണൂ. അതിനിടയിൽ അവന്റെ കല്യാണം നടത്തണമെന്നായി. ഹരിയുടെ വീട്ടുകാർ അതിനുവേണ്ടി അവർ പല ആലോചനകളും നോക്കുന്നുണ്ട്. ഹരി ഒന്നിനും സമ്മതിക്കുന്നുമില്ല. ഇതൊന്നും അറിയില്ല. ഒരു ദിവസം ശ്യാമ വഴി ഇതെല്ലാം അമ്മു അറിഞ്ഞ് കേട്ടപ്പോൾ അമ്മുവിന് വല്ലാത്ത സങ്കടമായിരുന്നു. ഹരി തന്നോട് ഇതൊന്നും പറഞ്ഞില്ലല്ലോ എന്ന്. അങ്ങനെ അമ്മു ആകെ സങ്കടത്തിലായി. എപ്പോഴും ആക്റ്റീവായിരുന്ന അവൾ പതിയെ മൗനമായി. അമ്മുവിന്റെ മാറ്റം കണ്ട് അവളുടെ അമ്മ അവളോട് ചോദിച്ചു, അമ്മയുടെ കുട്ടിക്ക് എന്താ പറ്റിയത്? ഇങ്ങനെയൊന്നും അല്ലാലോ നീയെ. കോളേജിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശ്യാമയായിട്ട് വഴക്കിട്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴാണല്ലോ ഈ മൗനഭാവം കാണാറ്. എന്തായാലും മോള് പറ. ഏയ് ഒന്നുമില്ല അമ്മ എന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറി അമ്മു. ശരി എന്നും പറഞ്ഞ അമ്മ പോയി. അമ്മയ്ക്ക് ഉറപ്പായിരുന്നു എന്തോ ഉണ്ടെന്ന്. അമ്മ അച്ഛനോട് ഈ കാര്യം സൂചിപ്പിച്ചു. അപ്പോൾ അച്ഛൻ അമ്മയോടായി പറഞ്ഞു, ജാനകി, നീ അവളോട് കൂടുതലായിട്ടൊന്നും ചോദിക്കണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾ നമ്മളോട് പറയും. പറയാണ്ടിരിക്കാൻ അവൾക്ക് കഴിയില്ല. കാരണം അവൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്താണ് നമ്മൾ അവളെ വളർത്തിയത്. അങ്ങനെ അമ്മ ഹരിയെ വിളിച്ചു. അവന് സന്തോഷമായി. കുറെ ദിവസത്തിന് ശേഷം അമ്മ വിളിച്ചപ്പോൾ കല്യാണക്കാരി അറിഞ്ഞ ഇത്രയും ദിവസം അമ്മ ഹരിയെ വിളിച്ചില്ലായിരുന്നു. ഹരി ഇങ്ങോട്ട് വിളിച്ചാൽ എടുക്കുകയുമില്ല. ശേഷം ഹരി ചോദിച്ചു, എന്താ അമ്മു നീ ഫോൺ എടുക്കാത്തത്? എനിക്കത്ര സങ്കടമായി എന്നറിയോ? ഹരിയേട്ടൻ്റെ സങ്കടം മാത്രമേ അറിയൂ. ഹരിയേട്ടൻ എന്നെ പറഞ്ഞ് പറ്റിക്കില്ലായിരുന്നു. എന്തിനാ എനിക്ക് ആശയെന്ന് പോകലെന്ന് എന്നെ പറ്റിക്കില്ലായിരുന്നോ? അമ്മു കരഞ്ഞ് പറഞ്ഞു തുടങ്ങി. എന്താ വേണേ നീ പറയുന്നത്? ഞാൻ നിന്നെ പറ്റിച്ചെന്നോ? ഞാനെന്തിനാ നിന്നെ പറ്റിക്കുന്നത്? പിന്നെ ഹരിയേട്ടൻ ഇന്നലെ പെണ്ണ് കാണാൻ പോയില്ലേ? എന്നോട് ശ്യാം പറഞ്ഞല്ലോ അവിടെ അച്ഛനാ കൊണ്ടുപോയതെന്നൊക്കെ. എന്നിട്ട് എന്നോടൊരു വാക്ക് പറഞ്ഞോ? എന്റെ പൊന്നമ്മു, അതെന്റെ അറിവോ സമ്മതോ ഇല്ലാതെയായിരുന്നു. പോയെന്ന് സത്യ. പക്ഷെ അവിടെ ചെന്നപ്പോഴാ അത് പെണ്ണ് കാണലാണെന്ന് ഞാനും അറിഞ്ഞ്. ഒരു സ്ഥലം നോക്കാനാണെന്ന് പറഞ്ഞാ എന്നോടൊന്ന് കൊണ്ടുപോയത്. എല്ലാവരും ചേർന്ന് എന്നെ പറ്റിച്ച അമ്മു. നീ എന്നെ ഒന്ന് വിശ്വസിക്കുവേണ്ടേ? എന്തായാലും നമ്മുടെ കാര്യത്തിന് തീരുമാനം എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം. നീ ഇപ്പൊ പോയി ഉറങ്ങി. സങ്കടപ്പെടാതിരിക്കുക കേട്ടോ അമ്മു, പ്ലീസ്. അവന്റെ ശബ്ദം ഇടറിയിരുന്നു. അങ്ങനെ ഹരി വീണ്ടും അമ്മുവിന്റെ കാര്യം അവന്റെ വീട്ടിൽ പറഞ്ഞു. ആരും ഒരു നിലക്കും സമ്മതിക്കുന്നില്ല. അത് ഹരി അമ്മുവിനോട് വിളിച്ചു പറഞ്ഞ ശേഷം ഞാൻ വിളിച്ചാൽ നീ ഇറങ്ങി വരുമോ എന്ന് ചോദിച്ചു. അമ്മു പറഞ്ഞു, വീട്ടുകാരുടെ സമ്മതമില്ലാതെ ഞാൻ വരില്ല. അവരുടെ അനുഗ്രഹമില്ലാതെ ഞാനൊന്നും ചെയ്യില്ല. അങ്ങനെ ഹരി കാര്യങ്ങൾ അമ്മുവിന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു. ഇതെല്ലാം കേട്ട അമ്മുവിന്റെ അച്ഛൻ പറഞ്ഞു, മോനെ ഹരി, ഞങ്ങൾക്ക് എതിരഭിപ്രായമൊന്നുമില്ല. പക്ഷെ നിന്റെ വീട്ടിൽ സമ്മതിക്കാതെ എങ്ങനെയാ ഞങ്ങള് നിന്റെ വീട്ടുകാരെ വീണ്ടും കാണേണ്ടതല്ലേ ഞങ്ങൾക്ക്? അങ്കിൾ അങ്ങനെ പറയരുത്. എനിക്ക് അമ്മുവിനോട് ഇന്നും നിലയും തുടങ്ങിയ ഇഷ്ടമല്ല. എന്നാ തുടങ്ങിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. അത്രയും കാലമായി. അവൾക്ക് എന്നോട് അങ്ങനെ തന്നെയാന്ന് പറഞ്ഞു. ഹരിയുടെയും അമ്മുവിന്റെയും സങ്കടം കണ്ട് ഹരിയുടെ വീട്ടുകാരുടെ അടുത്ത് അമ്മുവിന്റെ അച്ഛനോട് സംസാരിച്ചു. പക്ഷെ ഫലം കണ്ടില്ല. അങ്ങനെ ഒരു ദിവസം അമ്മ ഹരിയെ വിളിച്ചു. നമുക്ക് നേരിൽ കാണാം ഹരിയേട്ടാ. ഹരിയേട്ടാ നാളെ രാവിലെ ഫ്രീ ആണോ? ആണെങ്കിൽ നാളെ രാവിലെ അമ്പലത്തിനടുത്ത് വരണം എന്ന് പറഞ്ഞു. ശരി ഞാൻ വരാം എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു ഹരി. അങ്ങനെ ഹരിയോ അമ്മുവും കുറെ ദിവസത്തിന് ശേഷം തമ്മിൽ കണ്ട് സംസാരിച്ചു. ലാസ്റ്റ് അവർ നെഞ്ചു പൊട്ടുന്ന ആ തീരുമാനമെടുത്തു. നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടി നമുക്ക് പിരിയാരിയേട്ടാ, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവന് ഒരുപാട് സങ്കടമായി. അങ്ങനെ രണ്ടുപേരും തോളോട് തോൾ ചേർന്ന് കുറച്ചു നേരം അങ്ങനെ ഇരുന്നു. ശേഷം ഹരി എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ച പോലെ എണീറ്റ് പോയി. അതിനുശേഷം അവർ തമ്മിലൊരു കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അമ്മയുടെ മുറിയിൽ മാത്രമായി ഒതുങ്ങി. ഇടയ്ക്ക് ശ്യാമ വരും, കുറച്ചു നേരം സംസാരിക്കും, പോവും. ഹരിയുടെ യുവാൻ തീരുമാനിച്ച് അങ്ങനെ ശ്യാമ വഴി അമ്മ അറിഞ്ഞു. അത് അവളെ കൂടുതൽ സങ്കടത്തിലാഴ്ത്തി. ഇതെല്ലാം കണ്ട് സഹിക്കാനാവാതെ അമ്മുവിന്റെ അമ്മ അവളുടെ അടുത്ത് പറഞ്ഞു, ഓളെ എന്തായാലും ഇത് ഇങ്ങനെയൊക്കെയായി. ഈ പ്രായത്തിൽ എല്ലാവർക്കും തോന്നുക ഇത്. എല്ലാവരും ആഗ്രഹിക്കുന്നെല്ലാം സാധിക്കണമെന്നില്ലല്ലോ. പെട്ടെന്ന് കഴിയില്ല എന്ന് നമുക്കറിയാം. എന്നാലും മോള് പതിക്കാതെ മറക്കാൻ ശ്രമിക്കുക. നിനക്ക് അവന് വിധിച്ചിട്ടില്ല എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. ഇതിലും നല്ല ബന്ധം നിനക്ക് കിട്ടും. നീ വിഷമിക്കരുത് എന്നെല്ലാം പറഞ്ഞ് അമ്മുവിനെ ആശ്വസിപ്പിച്ചു. അങ്ങനെയൊക്കെ ഒരു ദിവസം ശ്യാമി അമ്മു അമ്പലത്തിലും തിരിച്ചു വരുന്ന നേരം ഹരിയുടെ വീട്ടിൽ കുറെ ആളുകളും വലിയൊരു ട്രാവലറും കണ്ടു. അത് കണ്ട് അമ്മു ശ്യാമയോട് ചോദിച്ചു, ഡി ഹരിയേന്റെ വീട്ടിൽ എന്തോ ഒരാൾക്കൂട്ടം. അത് കേട്ട ശ്യാം പറഞ്ഞു, നീ അറിഞ്ഞില്ലേ ഇന്ന് ഹരിയേട്ടനെ നിശ്ചയ? അന്ന് പോയി കണ്ട ആ കുട്ടി തന്നെയാണ് പെണ്ണ്. അതിന് പോവുക എല്ലാവരും. അത് കേട്ടപ്പോൾ അമ്മുവിന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. അവൾ അങ്ങോട്ട് നോക്കിയപ്പോൾ നിശ്ചയത്തിന് ഒരുങ്ങി ഇറങ്ങി വരുന്ന ഹരി അവളൊരു നോക്ക് കണ്ടു. ഹരി അമ്മുവിനെയും കണ്ടു. അവരുടെ കണ്ണുകൾ പരസ്പരം കോർത്തു. അമ്മകളുടെ കണ്ണുകൾ വേഗം പിൻവലിച്ചു. ഹരി അവളെ തന്നെ നോക്കി നിന്നു. അത് കണ്ട ശ്യാമ അവളെയും കൂട്ടി അവിടുന്ന് പോയി. വീട്ടിലെത്തിയ ശേഷം അമ്മ കുറെ കരഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ഹരിയുടെ കല്യാണമെടുത്തു.
അതിനിടെ ഹരി അമ്മുവിനെ ഫോണിൽ കുറെ തവണ വിളിച്ചുവെങ്കിലും അമ്മു ഫോൺ എടുത്തില്ല. അങ്ങനെ ഒരു ദിവസം ഹരി അമ്മുവിനെ കാണാൻ അവിടെ വീട്ടിലെത്തി. അമ്മു അമ്മു ഹരി വിളിച്ച്. ഹരിയുടെ ശബ്ദം കേട്ട് അമ്മു പുറത്തേക്ക് ഇറങ്ങി വന്നു. നീ എന്താ അമ്മു ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത്? ഞാൻ നിനക്ക് അത്രയ്ക്ക് അന്യനായി പോയോ? അതിന്റെ ആവശ്യമില്ല, അമ്മു കടുപ്പിച്ച് മറുപടി പറഞ്ഞു. എന്താ അമ്മു നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഹരി ചോദിച്ചു. ഹരിയേട്ടൻ എന്തിനാ വന്നേ അത് പറയും. പിന്നെ ഹരിയേട്ടൻ ഒരു കാര്യം അറിയണം. ഇനി മുതൽ ഹരിയേട്ടനെ ഇടയ്ക്കിടയ്ക്ക് കാണാനും വിളിക്കാനും ശ്രമിക്കരുത്. കാരണം ഹരിയേട്ടൻ വേറെ ആട്ടാവാൻ പോവാണ്. ഹരിക്ക് ഇതെല്ലാം കേട്ട് സങ്കടം സഹിക്കാൻ വയ്യ. എന്നാലും ഹരി മുഖത്ത് കാണിക്കാതെ അമ്മിനോട് പറഞ്ഞു. അടുത്ത ഞായറാഴ്ച എൻ്റെ വിവാഹം, നീ വരണം എന്ന് പറഞ്ഞൊരു കവറോടെ നേരെ നീട്ടി. അത് വാങ്ങാൻ അമ്മ കൂട്ടാക്കിയില്ല. പക്ഷെ ഹരിയോടെ കയ്യിൽ നിർബന്ധിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് നിനക്കുള്ളതാ. ഞാൻ അത്രയും ഇഷ്ടപ്പെട്ട് വാങ്ങിയ സാരിയാ. ഇതെടുത്തു വേണം നീ കല്യാണത്തിൽ വരാൻ എന്ന് പറഞ്ഞ് ഹരി അവിടെ നിന്ന് പോയി. അമ്മ മനസ്സിലോർത്തു, പോകണം, എനിക്ക് ഹരിയേട്ടൻ്റെ കല്യാണത്തിന് പോകണം. ഹരിയേട്ടൻ മറ്റാളുടെ ഇതാവുന്ന എനിക്ക് കാണണം. അങ്ങനെ കല്യാണ ദിവസം വന്നെത്തി. ഹരി കൊടുത്ത സാരിയും തലയിൽ നിറച്ച് മുല്ലപ്പൂവും ചൂടി നന്നായി ഒരുങ്ങി തന്നെ അമ്മു കല്യാണത്തിന് പോയി. അപ്പോഴേക്കും ഹരിയും വിവാഹവേഷത്തിൽ അവിടെ എത്തിയിരുന്നു. അമ്മു ഹരിയെയും ഹരി അമ്മുവിനെയും കണ്ടു. അവർ തമ്മിൽ പരസ്പരം ഒന്ന് പുഞ്ചിരിച്ചു. ഉള്ളി കരഞ്ഞുകൊണ്ട് പുറത്തെ സന്തോഷം വരുത്താൻ എങ്ങനെ കഴിയുന്നു അമ്മു നിനക്ക് എന്ന് ചോദിച്ചു ശ്യാമ. അതിനും അമ്മ ഒന്ന് പുഞ്ചിരിച്ചു. അവരുടെ അടുത്തുള്ള അമ്പലത്തിൽ വെച്ച് തന്നെയായിരുന്നു വിവാഹം. ഹരിയുടെ മുത്തശ്ശി മരിച്ചിട്ട് അധികം ആയിരുന്നില്ല. അമ്മു മുന്നിൽ തന്നെ നിന്നു. അമ്മുവിന്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. എന്നാൽ അവളത് പുറത്ത് കാണിക്കാൻ നിന്നു. കെട്ടിമേള ഉയർന്ന സമയത്ത് അമ്മു രണ്ട് കണ്ണും മുറുക്കി അടച്ച് പ്രാർത്ഥിച്ചു. ഹരിയേട്ടൻ മറ്റാളുടെ ആവുന്ന കാണാൻ എനിക്ക് ശക്തി തരണേ ഭഗവാനെ എന്ന്. ആ സമയത്താണ് അമ്മുവിന് അനുഭവപ്പെട്ടത്. അതാ ഹരിയുടെ താലി അമ്മുവിന്റെ കഴുത്തിൽ. അമ്മു ഹരിയുടെ കൈ തട്ടിമാറ്റാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും താലികെട്ടിലും സീമന്തരേഖയിൽ സിന്ദൂരമണികയും കൂടാതെ അവളുടെ നെറുകയിൽ ഒരു ചുംബനവും നൽകിയിരുന്നു. ഇതെന്താ എന്ന മട്ടിൽ അമ്മു ഹരിയെയും അവിടെ കൂടിയുന്നവരെയും നോക്കി. അപ്പോഴേക്കും അത് അവിടെ വീണ്ടും ഒരു കെട്ടിമേള ഉയർന്നു. അമ്മു വീണ്ടും ഞെട്ടി. ഇതെല്ലാം നോക്കി ഹരി ഒരു പുഞ്ചിരിയോടെ നിൽക്കുകയായിരുന്നു. വീണ്ടും കെട്ടിമേളം. ഹരിയുടെ അനിയൻ ഗിരിയുടെ താലികെട്ടിന്റെ ആയിരുന്നു അത്. ഇന്ന് ഗിരിയുടെയും വിവാഹമായിരുന്നോ? ഞാൻ അറിഞ്ഞില്ലാലോ എന്ന രീതിയിൽ അമ്മു ഹരിയെ നോക്കി. അപ്പോഴും ഹരി അമ്മുവിനെ നോക്കി ഒരു പുഞ്ചിരിയിൽ അങ്ങനെ നിൽക്കുകയാണ്. അമ്മു അപ്പോഴും ഒന്നും മനസ്സിലാവാൻ നിൽക്കുകയാണ്. കാരണം ഹരിയുടെ അനിയന് വിവാഹം ചെയ്ത പെൺകുട്ടിയാണ് ഹരിക്ക് കണ്ടെത്തിയിരുന്നത്. പിന്നെ ഇവിടെ നടന്നതെല്ലാം എന്തായിരുന്നു? അമ്മു എല്ലാവരും പകപ്പോടെയും യാന്ത്രികതയോടെയുമാണ് നോക്കിക്കണ്ടത്. അതിനിടയിൽ അമ്മു തന്റെ അച്ഛനെയും അമ്മയും അമ്മാമാരെയും മറ്റു ബന്ധുക്കളെയും കണ്ടു. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. അമ്മു ഹരി അവിടെ അടുത്തു വന്ന് കാല് തൊട്ട് അനുഗ്രഹം വാങ്ങി. അപ്പോഴും അമ്മുവിന്റെ പകപ്പ് മാറിയിട്ടില്ല. അങ്ങനെ വിവാഹവും അവിടുത്തെ ചടങ്ങും സദ്യയും മറ്റും കഴിഞ്ഞ് ഹരി അമ്മുവിനെയും കൊണ്ട് ഹരിയുടെ വീട്ടിലേക്ക് പോയി. ഹരിയുടെ വീടെന്ന് പറഞ്ഞാൽ അമ്മുവിന്റെ അയൽപക്കം തന്നെയാണ്. രണ്ട് വധൂവരന്മാരെ നിലവിളക്ക് കൊടുത്ത് ഹരിയുടെ അമ്മ അകത്ത് കയറ്റി മധുരം കൊടുത്തു. ശേഷം ഹരി അമ്മുവിനെയും കൂടി റൂമിലേക്ക് പോയി. റൂമിലെത്തിയപ്പോഴും അമ്മുവിന്റെ മുഖത്ത് അമ്പരപ്പ് മാറാതെ നിൽക്കുകയാണ്. ഹോ എന്റെ അമ്മുക്കുട്ടി, നീയൊന്ന് ശ്വാസം വിട്, എല്ലാം ഞാൻ പറയാം. ഹരി അമ്മുവിനെ നോക്കി പറഞ്ഞു. എന്താ ഹരിയേട്ടാ ഇതൊക്കെ? അതല്ലേ ഞാൻ പറഞ്ഞു, എല്ലാം പറയാന്ന് ഹരി പറഞ്ഞു. എങ്ങനെ ഗിരിയോ അച്ചു? ഗിരി എന്ന് വന്നു ആ ബാംഗ്ലൂരായിരുന്നില്ലേ? ഇതെല്ലാം ഒറ്റ ശ്വാസത്തിൽ പരസ്പരം ബന്ധമില്ലാത്ത രീതിയിലായിരുന്നു അമ്മുവിന്റെ ചോദ്യങ്ങളെല്ലാം. ഗിരി ഹരിയുടെ അനിയനാണ്. അവൻ ബാംഗ്ലൂരിലെ ഒരു IT കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളൊന്ന് അവസാനം കണ്ട ദിവസം നിനക്ക് ഓർമ്മയുണ്ട് അമ്മു? ഉണ്ട് എന്നർത്ഥത്തിൽ അമ്മു ഒന്ന് മൂളി. ഹരി തുടർന്നു. ഞാൻ നിന്നെ കാണാൻ വീട്ടിൽ വന്നപ്പോൾ വല്ലാത്തൊരു വഴക്കും ബഹളമായിരുന്നു. അതെന്തിനായിരുന്നു എന്ന മട്ടിൽ അമ്മു ഹരിയെ നോക്കി. ഹരി തുടർന്നു. ഗിരിയാണ് വഴക്കിട്ടത്. കാരണം അവന്റെ പെണ്ണിനെയാണ് ഞാൻ പെണ്ണ് കണ്ടത് കല്യാണം ഉറപ്പിച്ചു. അശ്വതി അവന്റെ പെണ്ണാണെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങളെല്ലാം അറിഞ്ഞത്. അശ്വതി എന്ന അശു അവന്റെ പെണ്ണാണെന്നാണ് അവൻ പറഞ്ഞത്. അവൾക്കറിയില്ല ഞാൻ അവന്റെ ഏട്ടനാണെന്ന്. എന്റെ ഫോട്ടോ അവൻ അയച്ചു കൊടുത്തപ്പോഴാണ് കാര്യങ്ങൾ ഗിരിയോ അറിയുന്നത്. എനിക്ക് ഉറപ്പിച്ച പെണ്ണ് അച്ചു ആണെന്ന്. അങ്ങനെയാണ് അവൻ നേരെ ഇങ്ങോട്ടേക്ക് വണ്ടി കയറിയത്. അല്ലെങ്കിൽ കല്യാണത്തിന്റെ തലേദിവസം മാത്രമേ വരുന്നുള്ളൂ എന്നാ അവൻ പറഞ്ഞിരുന്നത്. അങ്ങനെ വീട്ടുകാരോട് ഗിരി പറഞ്ഞു ഏട്ടൻ അമ്മുവിന് ഇഷ്ടമാണെന്ന്. നിങ്ങളോടെല്ലാം പറഞ്ഞല്ലേ, എന്നാ പിന്നെ നടത്തി കൊടുത്തൂടെ, എന്തിനങ്ങനെ വാശി കാണിക്കുന്നതെന്ന്. പിന്നെയെല്ലാം മാറി മറിഞ്ഞ പെട്ടെന്നായിരുന്നു. അവരുടെ വീട്ടിൽ പോയി കാര്യങ്ങളെല്ലാം പറയുകയായിരുന്നു. ആദ്യം അവർക്ക് എതിർപ്പായിരുന്നു. പിന്നെ എൻ്റെ അച്ഛൻ അവരോട് പറഞ്ഞു നമ്മുടെ കുട്ടികളുടെ ഇഷ്ടമല്ലേ വലുതെന്നൊക്കെ. പിന്നെ നിന്റെ അച്ഛനോടും അമ്മയോടും വീട്ടുകാരോടും കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അവരും ഓക്കെ പറഞ്ഞപ്പോൾ വേഗം ഡേറ്റ് കുറിച്ചു. ഇതൊക്കെ എന്നേ നേരത്തിൽ അമ്മ ഹരിയെ നോക്കി. ഇത് പറയാനാ ഞാൻ പലതവണ നിന്നെ വിളിച്ച്, പക്ഷെ നീ ഫോൺ എടുത്തില്ല. അപ്പൊ നിനക്ക് വലിയ ജാട. അപ്പൊ അന്ന് ഹരിയേട്ടൻ നിശ്ചയത്തിന് പോയത്? അമ്മ ചോദിച്ചു. അന്ന് ഗിരിയുടെ നിശ്ചയമായിരുന്നു, അതിനാ ഞങ്ങളന്ന് പോയത്, ഹരി പറഞ്ഞു. അത് കേട്ട് അമ്മ വിളിച്ച് കാണിച്ചു. നിന്നെ അറിയിക്കണമെന്ന് പറഞ്ഞ് ഞാൻ തന്നെയാ. നിനക്കിങ്ങനെ ഒരു സർപ്രൈസ് ഇരിക്കട്ടെ എന്ന് ഞാനും കരുതി, ഹരി പറഞ്ഞു. അമ്മ മുഖം കോർപ്പിച്ച ഹരിയെ നോക്കി. ഒരുപാട് സങ്കടപ്പെട്ടുവല്ലേ? എൻ്റെ അമ്മക്കുട്ടിയെ ഒരുപാട് ഞാൻ വേദനിപ്പിച്ചെന്ന് എനിക്കറിയാം. എന്നാലും സാരമില്ല, നമ്മൾ കൊതിച്ച ജീവിതം നമുക്ക് തന്നെ കിട്ടിയില്ലേ? ഹരി അമ്മുവിനോട് ചോദിച്ചു. അപ്പോഴും അമ്മ അവനെ കൂർപ്പിച്ചുള്ള നോട്ടത്തിൽ തന്നെയാണ്. കണ്ണുകൾ ഈറനണിയുന്നുണ്ട്. ഹരി അവളുടെ അടുത്ത് അവളുടെ കവിളുകൾ കയ്യിലെടുത്തു. ഇങ്ങനെ നോക്കല്ലേ പെണ്ണേ, ഇത് നമുക്ക് ഒരുപാട് കൊതിച്ച് കിട്ടിയ ജീവിതമല്ലേ, അതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രണയിച്ച് ജീവിക്കാടി പെണ്ണേ. അങ്ങനെ അമ്മ ഹരിയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും എല്ലാവരുടെയും അനുഗ്രഹത്തോടെയും ജീവിച്ചു തുടങ്ങി.
അങ്ങനെ അവരുടെ പ്രണയം ഇവിടെ പൂത്തുലയട്ടെ.